പരിപ്പോടെ മുരിങ്ങയിലൊക്കെ വെച്ച് ഒരു നാടൻ സ്റ്റൈൽ അടിപൊളി ഒരു ചമ്മന്തി എന്ത് ചെയ്യുന്നത്. ഇതേപോലെ കുറച്ച് മുരിങ്ങയില ആദ്യം റെഡിയാക്കി അങ്ങോട്ട് വെക്കുക. ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ആദ്യമേ കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 10-12 വറ്റൽമുളക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ മുരിങ്ങയിലയും കൂടെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2 കറിവേപ്പില അതിലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ പാൻ്റെ അകത്ത് ഇത് അങ്ങ് മാറ്റാം. അടുത്തായിട്ട് വേണ്ടത് പരിപ്പോടയാണ്. അപ്പം നല്ല മൊരിഞ്ഞ ഒരു പരിപ്പോടെ അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ മുറിച്ചങ്ങോട്ട് ഈ മുരിങ്ങയിലയും മുളകും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതേപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു ചെറിയ പഴുത്ത തക്കാളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇടുകയാണ്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ നല്ലപോലെ അരച്ചെടുക്കണം. കണ്ടേ. ഇനി ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കാം. ഒരു 5-6 കൊച്ചുള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക് അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഒരല്പം കറിവേപ്പില ഇതെല്ലാം കൂടെ ഇളക്കി ഈ അരച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പരിപ്പ് വട മുരിങ്ങയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അടുപ്പം നിർത്തും. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാര്യം എന്നും ഈ തേങ്ങ അരച്ച രീതിയിലുള്ള ചമ്മന്തി അല്ലേ, അതൊക്കെയല്ലേ കഴിക്കും. ഒന്ന് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ ചമ്മന്തി കേട്ടോ.